ഹലോ, ഇന്നൊരു ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരിയുടെ മെറ്റീരിയലാണ് ഈ ഒരു കളറാണ്. ഒരു പിങ്കും അല്ല പീച്ചും അല്ലാത്തൊരു പ്രത്യേക കളറ്. ചെറിയൊരു ബ്രൊക്കേഡ് പോലത്തെ ഒരു സാരിയാണ്. ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ചെസ്റ്റ് പോർഷനിലായിട്ട് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സാരിയുടെ ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോർഡർ പീസിൽ നിന്ന് ഞാൻ ഇതുപോലെ 2 പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് അങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരുപാട് വലിയ വർക്കും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ നീളത്തിൽ ആ ബോർഡർ പീസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ഈ പൈപ്പിംഗ് ക്ലോത്തൊക്കെ എടുക്കത്തില്ല, ആ ഒരു വീതിയിൽ നീളത്തിലുമാണ് ഒന്ന് മടക്കി മടക്കി എടുത്തതിന് ശേഷം നടുഭാഗത്തായിട്ട് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനി നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മെഷർ ചെയ്ത് കൊടുക്കുകയാണ് അളവ്. നമുക്ക് എത്ര ദൂരത്തിൽ വെക്കണോ അത്രയും ഒരു രീതിയിൽ അളവെടുക്കുകയാണ്. അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. കാരണം പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്, വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ബുട്ടാസും പിന്നെ ആ ഒരു കോൺ ഷേപ്പിലെ ഒരു ഡിസൈനും മാത്രമേ ഉള്ളൂ. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറേ എണ്ണം ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഡിസൈനാണ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് റിലേറ്റഡ് ക്രാഫ്റ്റ് ഇതൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാണാൻ ഭംഗിയില്ലേ? അപ്പോൾ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ ഡിസൈനൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.